നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി എത്തുകയാണ് താരങ്ങൾ. പെറ്റമ്മയെപ്പോലെ സ്നേഹം തന്നിട്ടാണ് പൊന്നമ്മ ചേച്ചി പോകുന്നതെന്നാണ് നടൻ മോഹൻലാൽ പറഞ്ഞത്. എന്നാൽ തനിക്ക് അങ്ങനെയൊരു ഭാഗ്യമില്ലാതായി പോയെന്നാണ് മഞ്ജു വാര്യർ ഇപ്പോൾ പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ട ഒരു കാര്യമുണ്ട്. സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല. മലയാള സിനിമയിൽ അമ്മയെന്നാൽ പൊന്നമ്മ ചേച്ചിയാണ്. ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവം. അതിലൊരാളാണ് ഞാൻ. സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളില്ല. പക്ഷേ പലയിടങ്ങളിൽ വച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ ആ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തറിഞ്ഞു. ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണുക ചേച്ചിയുമൊത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചിയെ ഓർമ്മിപ്പിക്കും രേണുക ചേച്ചിയും. അന്ന് കൺമുന്നിൽ പൊന്നമ്മ ചേച്ചി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പലവട്ടം കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചി സിനിമയിൽ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിൻ്റെ ഭംഗി. നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്നൊരാൾ എന്ന തോന്നൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ. അത്രത്തോളം സ്വാഭാവികമായ ശൈലി. യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല, ഒരമ്മയുടെ പെരുമാറ്റമായിരുന്നു. പൊന്നമ്മ ചേച്ചി കൂടി പോകുന്നതോടെ അത്തരം അമ്മമാരുടെ പരമ്പരയുടെ അവസാന കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത്. സുകുമാരിയമ്മ, മീന ചേച്ചി, ശ്രീവിദ്യാമ്മ, KPC ലളിത ചേച്ചി, ഇന്നലകളിൽ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയായി. അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും. അത്തരം ഒരു അനാഥത്വമാണ് മലയാള സിനിമയും ഈ നിമിഷം അനുഭവിക്കുന്നതെന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്.